ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ പുറപ്പെട്ടു വന്നവൻ. ഹല്ലേലൂയ. വീണ്ടും വായിക്കുന്നു, വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവൻ. ഹല്ലേലൂയ. ഇരുളിനെ കുറിച്ചല്ല, വെളിച്ചത്തെ കുറിച്ച്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന യോഹന്നാൻ സ്നാപകന്മാരെ, ഹല്ലേലൂയ, നീ പറയുന്ന സാക്ഷ്യം ഇരുളിനെ കുറിച്ചല്ല, തകർച്ചയെ കുറിച്ചല്ല, നിരാശയെ കുറിച്ചല്ല, മനസ്സിടിവിനെ കുറിച്ചല്ല, വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഭാഗ്യം ലഭിച്ചവരെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. തകർന്നു പോകുന്ന ഒരു ഹല്ലേലൂയ ഒരു വാദത്തെ അല്ല നീ, ഒരു യുക്തിവാദത്തെ അല്ല നീ ഉയർത്തുന്നത് എന്ന് ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത നിത്യത വരെ തുടരുന്ന ഒരു മകൾ സ്നേഹത്തെ പ്രഖ്യാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെ കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവൻ യോഹന്നാൻ സ്നാപകൻ. ദൈവം അയച്ചിട്ട് വന്നവൻ യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്നവൻ യോഹന്നാൻ സ്നാപകൻ. വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം. നിങ്ങൾ ഈ യോഹന്നാന്റെ ദൂത് കേട്ടിട്ടുണ്ടോ? എന്താ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്? ആ വാക്യം ഒന്ന് വായിച്ചെടുത്ത ദിവസനെ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ താഴ്വരയും നികന്നും, എല്ലാ മലയും കുന്നും താഴും വളഞ്ഞു, എല്ലാ മലയും കുന്നും താഴും, പിന്നെ വളഞ്ഞത് ചൊവ്വായും, വളഞ്ഞത് ചൊവ്വായും, ദുർഘടമായത് നിരന്ന വഴിയായും തീരും. ദുർഘടമായത് നിരന്ന വഴിയായും തീരും. കേട്ടോ ദൂത്? എടാ നീയൊക്കെ നശിക്കാൻ പോവുക, ഒരു ഗുണവും വരത്തില്ല. എടാ നീയൊക്കെ ചീഞ്ഞളിയും, ഈ പ്രതികൂലം മാറത്തില്ല, ഈ കഷ്ടതയിൽ കിടന്ന് നീ നശിക്കും എന്നല്ല പറഞ്ഞത്. ഇതിന് മാറ്റമുണ്ടാകും. ഒരുവൻ വെളിപ്പെട്ട് വരുമ്പോ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ആ യേശു കർത്താവിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുമ്പോൾ ചില അസാധാരണ കാര്യങ്ങൾ സംഭവിക്കും. നീ പുറത്തു വരും, ദുർഘടങ്ങൾ മാറും, കുന്നുകൾ മാറും, മലകൾ നീങ്ങും. എന്താ പറഞ്ഞത്? എല്ലാ മലയും താഴും. അല്ല, ആദ്യം പറഞ്ഞെന്താ? എല്ലാ താഴ്വരയും നികന്നു വരും. എന്താ താഴ്വര? ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, നിന്നെ തകർക്കുവാൻ ശത്രു ചില കുഴികൾ കുഴിച്ചിട്ടുണ്ട്. അതാ താഴ്വര. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ, ഹല്ലേലൂയ, കുഴിച്ചുമൂടുവാൻ വേണ്ടി ശത്രു കുഴിച്ചിട്ടിരിക്കുന്ന താഴ്വരകൾ, കുഴികൾ നികന്നു വരും. വിശ്വസിച്ചാട്ട് നീ അതിന്റെ മുകളിൽ കൂടെ വിജയശ്രീലാളിതനായിട്ട് നടന്നു പോകും. എന്റെ യേശുവിന്റെ നാമം വെളിപ്പെടുമ്പോൾ, യേശുവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ദൂത് ഏറ്റെടുത്താട്, വിശ്വാസവചനം ഏറ്റെടുത്താട്, കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാ മലയും താഴും. എന്താ മല? മല പോലുള്ള പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഒരിക്കലും നീ നന്നാവരുത്, നീ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന മല പോലുള്ള പ്രശ്നങ്ങൾ നിന്നെ വിട്ട് താണു പോകും. കരങ്ങളെ ചേർത്തടിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് വിശ്വസിച്ചാട്ട്. എന്റെ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്, യേശുവിന്റെ പിന്നാലെ യേശു വരുന്നുണ്ട്. അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നിന്റെ മുമ്പിലുള്ള പ്രശ്ന സങ്കീർണമായ മലകൾ താഴും, എല്ലാ കുന്നും താഴും. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, വളഞ്ഞത് ചൊവ്വാകും. ഹല്ലേലൂയ. പാരമ്പര്യ ശാപം കൊണ്ടോ ക്രിയകൾ കൊണ്ടോ വളഞ്ഞു പോയ അവസ്ഥയിലുള്ള ജീവിതങ്ങളെ അവൻ എന്താക്കും? ചൊവ്വാക്കി തീർക്കും. ആർക്കും പ്രയോജനപ്പെടാൻ കഴിയാതെ, നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ശത്രു വളച്ചിട്ടിരിക്കുന്ന, ശത്രു കൂനിയാക്കി വെച്ചിരിക്കുന്ന ചില ജീവിതങ്ങളെ അവൻ ചൊവ്വാക്കുകയാണ്. എന്റെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ചൊവ്വാക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ചില വളഞ്ഞ കാര്യങ്ങളെ ചൊവ്വാക്കുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ കരം ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്ക്, നന്ദി കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് വിശ്വാസത്തിന്റെ ദൂത. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം ഇപ്രകാരം പറയട്ടെ, ദൈവം പുറപ്പെടുവിച്ചവന് മാത്രമേ വിശ്വാസത്തിന്റെ ദൂത് പറയാൻ കഴിയത്തുള്ളൂ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ഒരു ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റ് അല്ല. യോഹന്നാൻ ഒരു വ്യക്തിയുടെ പ്രോഡക്റ്റ് അല്ല. യോഹന്നാൻ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രോഡക്റ്റ് അല്ല. യോഹന്നാൻ ദൈവം പുറപ്പെടുവിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവൻ വിശ്വാസം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, വിശ്വാസം വളരെ ഈസി ആയ കാര്യമാണ്, പക്ഷെ വളരെ കഠിനമായ, വളരെ പ്രയാസമുള്ള കാര്യമാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇപ്രകാരം ഞാൻ വായിക്കുവാനിടയായി, ഒരു നാട്ടിൽ മഴയില്ലാതെ ഭാരപ്പെടുകയാണ്. അവിടെ സഭകളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, മഴ തരണമേ, മഴ തരണമേ. ഒരു ദിവസം അവരുടെ ചർച്ചിൽ മഴ വരുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന അവർ അറേഞ്ച് ചെയ്തു. ദേശത്ത് മഴ കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന അവര് അറേഞ്ച് ചെയ്തു. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുവാൻ ഒരു പിതാവും ഒരു മകനും തയ്യാറെടുക്കും. ആ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പച്ചാ ഇന്നത്തെ പ്രാർത്ഥന മഴ കിട്ടാനുള്ള പ്രാർത്ഥനയല്ലേ? നമുക്ക് വേഗത്തിൽ പോണം, എല്ലാവരും വന്നു കാണും, നമുക്ക് പോണം, ദൈവം മഴ പെയ്യിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ പോയപ്പോഴേ അല്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ മകൻ വേഗത്തിൽ വീണ്ടും വീട്ടിനകത്തേക്ക് ഓടി. അപ്പൻ എന്താ എടുക്കാൻ പോയ? പൈസ എടുക്കാൻ പോയ, സ്വത്രം എടുക്കാൻ പോയ. ഹല്ലേലൂയ. അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മകൻ അകത്ത് പോയിട്ട് എന്തോ ഒരു കാര്യം പുറകെ വെച്ചോണ്ട് വന്നു. എന്താണ് അതിന്റെ കയ്യിരിക്കുന്നത്? സ്വത്രാഴ്ച ഇല്ലേ? എന്തെങ്കിലും ഉണ്ടല്ലോ. നീ എന്തെടുക്കാനാ പോയേ? ഇപ്പൊ കൊട എടുക്കാൻ പോയതാ. എന്തെടുക്കാൻ പോയതാ? കൊടയെടുക്കാൻ പോയതാ. അതാ വിശ്വാസം. അവനറിയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മഴ പെയ്യിക്കും. ഓ, എനിക്ക് മടങ്ങി വരാൻ ഒരു കൊട ആവശ്യമുണ്ട്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ വേണം. ഭയങ്കര പ്രാർത്ഥനയാ, ഭയങ്കര പ്രാർത്ഥനയാ. തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ആരെ കണ്ടാലും പ്രാർത്ഥനയാ. ഇതുവരെയും ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒരു കുഞ്ഞുടുപ്പ് കരുതി വെക്കാൻ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് അടുത്ത വർഷം പുറപ്പെട്ടു വരും. ഒരു വർഷം കഴിയുമ്പോൾ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരും. ഹല്ലേലൂയ. അവന് വിടാൻ ഒരു കൊച്ചുടുപ്പ് തയ്ച്ചു വെക്കാൻ തയ്യാറുണ്ടോ? അതാ വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. കാറ് വേണം, കാറ് വേണം, പ്രാർത്ഥനയാ. കാറ് കയറാനുള്ള ഗേറ്റ് ഇല്ല വീടിന്. കാറ് കയറാനുള്ള, കാറിടാനുള്ള കാർ ഷെഡും ഇല്ല. പ്രാർത്ഥന, കർത്താവേ കാർ തരണേ, കർത്താവേ. കാറ് വരുമോ? വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗേറ്റിന് വീതി കൂട്ടണം. കാറ് വരത്തൊക്കെ വേണം, ഗേറ്റിന് വീതി കൂട്ടണം. ഹല്ലേലൂയ. കാറിടാൻ ഒരു കാർ ഷെഡ് ഒരുക്കണം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ചാട് വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ. അകത്തുണ്ടായാൽ പോരാ, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ. വിശ്വാസം വിളിച്ചു പറഞ്ഞാട്ട് വിശ്വാസത്തിന് പ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പോഴാണ് ദൈവകരം ചലിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ വിശ്വാസം പ്രസംഗിച്ചവനാണ്. കാര്യം എന്താ? അവൻ ദൈവം പുറപ്പെടുവിച്ച ഒരുവനാണ്. അവന്റെ അകത്തെന്തുകൊണ്ട്? ഏലിയാവിന്റെ ആത്മാവും ഏലിയാവിന്റെ ശക്തിയുമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശ്വാസിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നിന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ അകത്ത്, ഹല്ലേലൂയ, ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആത്മാവിന്റെ ശക്തിയോടൊപ്പം ഒരു പ്രത്യേക അളവ് വിശ്വാസം കൂടെ നിനക്ക് പകർന്നു ലഭിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പിതാവുത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേക അളവ് വിശ്വാസം, ആത്മാവിന്റെ ഫലമാകുന്ന വിശ്വാസം, കൃപാവരങ്ങളിൽ ഒന്നാകുന്ന വിശ്വാസം നിന്റെ മേൽ പകരപ്പെടുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചത്. ഹല്ലേലൂയ. വളഞ്ഞത് ചൊവ്വാകും, ദുർഘടമായത് നിരന്ന വഴിയാകും. വീണ്ടും പറഞ്ഞു, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഇതാ വിശ്വാസത്തിന്റെ ദൂത്. ഹല്ലേലൂയ. യോഹന്നാൻ ആരാണ്? ദൈവം അയച്ചിട്ട് വന്നവൻ. ആരാണ് യോഹന്നാൻ? ഹല്ലേലൂയ. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ പുറപ്പെട്ടു വന്നവൻ. ആരാണ് യോഹന്നാൻ? വെളിച്ചത്തിന് സാക്ഷ്യം പറഞ്ഞവൻ. ആരാണ് യോഹന്നാൻ? വഴി ഒരുക്കുന്നവൻ. ഹല്ലേലൂയ. അഞ്ചാമത്തെ പോയിന്റ് ഒന്ന് വിവരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആരാണ് യോഹന്നാൻ? അസൂയയില്ലാത്തൊരുത്തൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞോട്ടെ,
യോഹന്നാന്റെ ശുശ്രൂഷ യേശുവിന് വഴി ഒരുക്കുക എന്ന ശുശ്രൂഷയാണ്. എന്തുകൊണ്ട് യോഹന്നാൻ തല ഛേദിക്കപ്പെട്ടവനായി മരണപ്പെട്ടു എന്ന് ചോദിച്ചേക്കാം. ഹല്ലേലൂയ. ഏലിയാവിന്റെ ആത്മാവിന് മരണമില്ല, അത് പ്രത്യേക സത്യമാണ്. എന്നാൽ ഏലിയാവിന്റെ ശുശ്രൂഷ അവിടെ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അവസാനിച്ചത് കൊണ്ടാണ് അവനെ പ്രകാരം മരണപ്പെടുവാനിടയായത്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പായിട്ട് വിളിച്ചു പറയട്ടെ, നിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിനക്കൊരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പ്രത്യേക ശുശ്രൂഷകൾ നിനക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ, അതിന്റെ പൂർത്തീകരണം വരെ ഒരു ദുഷ്ടപിശാചിനും ഒരു വാഴ്ചകൾക്കും ഒരു അധികാരങ്ങൾക്കും ഒരു രാജാവിനും ഒരു ഹെരോദാവിനും നിന്റെ തല വെട്ടിക്കളയാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. യോഹന്നാൻ ആരാണ്? അസൂയയില്ലാത്തവൻ. ഒരു ദിവസം യോഹന്നാൻ ശിഷ്യന്മാർ വന്ന് യോഹന്നാനോട് പറഞ്ഞു, ഗുരു, നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സ്നാനപ്പെടുത്തിയവൻ ഇപ്പൊ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോഴേ പറഞ്ഞതാ ഇവനൊന്നും കേട്ടുവിടരുതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവൻ തുടങ്ങി സ്നാനം, അവൻ തുടങ്ങി സഭ. എന്താ യോഹന്നാന്റെ മറുപടി? ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 26 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നീ നിന്നോട് കൂടെ ഇരുന്നവൻ ഇതാ നിൽക്കുന്നെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സ്നാനപ്പെടുത്തിയില്ലേ, അവൻ ഇതാ സ്നാനപ്പെടുത്തുന്നെന്ന്. നീ സാക്ഷീകരിച്ചില്ലേ, അവനിതാ അനേകരെ കൂട്ടി മീറ്റിംഗ് തുടങ്ങിയെന്ന്. എല്ലാവരും അവന്റെ അടുക്ക ചെല്ലുന്നെന്ന്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ. അവനവൻ നടക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് നിർത്തിക്കോളും. മുറ്റി മനസ്സാന്തരം 3 മാസം. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ, നിങ്ങൾ ആ മീറ്റിങ്ങിനൊന്നും പോരുത് കേട്ടോ, ഇവിടെ ഏരിയയിൽ പോലും അടുക്കരുത് എന്നല്ല യോഹന്നാൻ പറഞ്ഞത്. എന്താ അവൻ പറഞ്ഞത്? പറഞ്ഞെന്താണ്? അവൻ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവന്റെ മറുപടി ഇതാണ്, ഇത് മനുഷ്യൻ കൊടുത്തതല്ല, ഇത് സ്വർഗം കൊടുത്തതാ. ഹല്ലേലൂയ. അതിനെ തടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഓ എന്റെ സഹോദരന്മാരെ, എന്റെ ശിഷ്യന്മാരെ, ഇത് മനുഷ്യൻ കൊടുത്തതല്ല, ഇതൊരു പ്രസ്ഥാനം കൊടുത്തതല്ല, ഇത് സ്വർഗം കൊടുത്ത അനുഗ്രഹമാണ്. അതിനെ തകർക്കുവാൻ, ആ ശുശ്രൂഷയ്ക്ക് പാരവെക്കുവാൻ നമുക്ക് കഴിയുകയില്ല. രാത്രി ഒരു കാര്യം വിളിച്ചു പറയട്ടെ, സ്വർഗീയമായത് നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തെന്നാൽ, അതുപോലെ കർത്താവിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇത് പ്രാപിച്ചെടുക്കുവാൻ നീ തയ്യാറായാൽ, ആ ശുശ്രൂഷയെ തുരങ്കം വെക്കുവാൻ, നിന്നെ തകർക്കുവാൻ, പാരപണിയുവാൻ, തടസ്സം ചെയ്യുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ കരം ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 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 ഒരു ദിവസം ഈ യോഹന്നാൻ സ്നാപകൻ എന്ത് ചെയ്തു? ദൂത് വിളിച്ചു പറഞ്ഞു. ആരോടാ? ഹെരോദാവിനോട്. ഹല്ലേലൂയ. നീ ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അത് നിമിത്തം എന്ത് ചെയ്തു? യോഹന്നാൻ സ്നാപകനെ തടവിലാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തടവിൽ കിടക്കുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാനെ കാണാൻ ചെന്നു. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. എന്താണ് ആ ചോദ്യം നിനക്കറിയാമോ? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ കേട്ടാൽ ഒരു നിരാശയുടെ വാക്കായിട്ട് തോന്നാം. എടാ, കർത്താവ് വന്നു, കർത്താവിന്റെ വരവ് വിളിച്ചറിയിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ. അവൻ തന്നെ ചോദിക്കുകയാണ്, വരുവാനുള്ള നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ
കാത്തിരിക്കണമോ? എന്നാൽ ആ വാക്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, യോഹന്നാൻ തടവിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ ഇപ്രകാരം ചോദിച്ചതാണ്, ഹല്ലേലൂയ, എന്റെ തടവറയെ തകർക്കുവാൻ വരുന്നവൻ നീയോ അതോ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ഹല്ലേലൂയ. എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ പുറപ്പെടുവിക്കുവാൻ വരുന്നവൻ നീയോ അതോ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ?